ഹലോ. അപ്പോൾ അത് ഇന്ന് രാവിലെ ഓടാനിറങ്ങുകയാണ്. ഇപ്പോൾ സമയം 8:45. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഓടാനിറങ്ങാൻ പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഇല്ലല്ലോ, സ്കൂളൊക്കെ അവധിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് ഈ വണ്ടിക്ക് ഇന്ന് റെസ്റ്റാണ്. നമ്മുടെ ഓട്ടോറിക്ഷയാണ്. ഇപ്പോൾ രാവിലെ ഊബർ ഓടാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഇവർ ഇന്ന് യാസിയൊക്കെ ഉമ്മാട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയാണ്. എന്താ യാസിനെ വിളിച്ചേക്കണേ? അപ്പോൾ ഇന്ന് ഇവള് ചേട്ടത്തിയിട്ട് പോവാണ് വൈഫ്. എന്ന് വെച്ചാൽ അവളുടെ കൊച്ചിന് ഇന്ന് ക്രസൻറ്റോ അങ്ങനെ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അവരങ്ങോട്ട് ആക്കിയിട്ട് വേണം പോകാനായിട്ട്. അവരൊക്കെ റെഡിയായി. എന്താ പറഞ്ഞത്? പൂരിയൊക്കെ ആയിട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവരുണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ അവളെ ചേട്ടത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി, നൗഫീനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടൊക്കെയാണ്. ഇവിടെ മേൽപ്പാലം വരാൻ പോകണ്ട. അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്രുതഗതിയിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഓട്ടാക്കണം. യാസി ആറോ ഇമാരെ കൊണ്ടുപോയി കൊണ്ടോട്ടിലോട്ട് ആക്കിയിട്ട് വേണം നമ്മുടെ യൂബർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഓട്ടം തുടങ്ങാനായിട്ട്. അപ്പോൾ ഇവരാണ്ടാക്കട്ടെ. അപ്പോൾ അവന്മാരെ കൊണ്ടുവന്ന് നമ്മൾ തറവാട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂബർ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് അടിക്കണമെന്ന് നമുക്ക് നോക്കാം. യൂബർ ഓൺ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഊബർ ഓൺ ആക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പൊറയാറിന്ന് നജാത്ത് ഹോസ്പിറ്റലിലോട്ടാണ്. പൊറയാറിന്നാണ് പിക്കപ്പ്, ഡ്രോപ്പ് നജാത്ത് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരെടുത്തിട്ട് നമുക്ക് നജാത്തിൽ കൊണ്ടുപോയാക്കാം. അപ്പോൾ നമ്മുടെ നജാത്തിൻ്റെ അവിടുത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നജാത്തിലാക്കിയിട്ടുണ്ട്. നജാത്തിൽ അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പുറത്ത് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ യൂബർ ഓടുന്ന കാറുകാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ പുറത്തിപ്പോൾ ഞാൻ ഇറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ നജാത്തിൻ്റെ അവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഓട്ടോ അടിച്ചായിരുന്നത്. അപ്പോൾ ഓട്ടോ അടിച്ചത് എടുത്ത് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആലുവയിലാണ് ഉള്ളത് നിലവിൽ. റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ ഒരു എയർപോർട്ട് അത്താണിയാണ് കിട്ടിയത്. എയർപോർട്ടിൽ അങ്ങോട്ട് പോകണ വഴിക്ക് അത്താണിക്കാണ് ഡ്രോപ്പ് ഉണ്ടായത്. അപ്പോൾ അവരെ കൊണ്ട് നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് പോകണ വഴിക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ കേട്ടോ. അതാണ് എയർപോർട്ടിലോട്ട് പോകണ വഴിയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിൻ്റെ അവിടെ നമുക്കൊരു എറണാകുളം അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറമ്പയം ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമുക്ക് ലൊക്കേഷൻ വന്നേക്കണം. അപ്പോൾ ഞാൻ അവരെ പോയി ഒന്ന് പിക്ക് ചെയ്യട്ടെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ. ഞാൻ പറമ്പയത്ത് നിന്ന് നമുക്ക് എറണാകുളം ട്രിപ്പ് അടിച്ചിട്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്താറായിട്ടുണ്ട്. അവിടെ ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ആ പറമ്പയത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ല എറണാകുളത്തെ കൂടെ ഓട്ടോ അടിച്ചിട്ടുണ്ട്. അതപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞ് ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പഴങ്ങനാട് ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പഴങ്ങനാടാണ് ഇപ്പോൾ നമ്മളവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണുള്ളത്, ഈ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത് ഇപ്പോൾ പുക്കാട്ട് കുടിക്കാനുള്ളത്. അപ്പോൾ പുക്കാട്ട് കുടിക്കാന്ന് ഇപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ ചായ ഈ കടയിലാണ് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ കയറണം കേട്ടോ. അവിടെ കടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കടി മേടിച്ച് കഴിക്കുക എത്ര തന്നെ എല്ലാ സാധനങ്ങളും. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനം ഇതാണ് കേട്ടോ, ഇറച്ചിപ്പത്തിരി. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ചായ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. ചായ അടിക്കണുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാം. അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് വണ്ടി കയറിയിട്ടാ. അപ്പോൾ അവിടെ പുക്കാട്ടുപടിക്ക് തന്നെ നമ്മൾ നിൽക്കണതാണ്. ഇനിയിപ്പോൾ ആലോക്ക് ഓട്ടടിക്കോ എന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്നാണ് പോകും. പിന്നെ നമ്മളിപ്പോൾ ചായക്ക് ഇറച്ചിപ്പത്തിരിയാണ് കഴിച്ചത്. ഇറച്ചിപ്പത്തിരി എന്ന് വെച്ചാൽ സംഭവം നമ്മുടെ അതായത് നൗഫിയുടെ വീട്ടിൽ വാപ്പച്ചി ഉണ്ടാക്കാറുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ഈ റംസാനൊക്കെ ആയി കഴിയുമ്പോൾ സെയിൽ ഉണ്ടാവാറുണ്ട്. വാപ്പച്ചി ഉണ്ടാക്കുമ്പോൾ
ഉള്ള ടേസ്റ്റ് ഇല്ല. ഉള്ള അരിമണിയുടെ എന്താ സാധനം വലുതാണ്, പക്ഷെ നമ്മളുണ്ടാക്കുന്നത് അത്ര വലുതല്ല. ചെറുതാണെങ്കിൽ പോലും അതിനൊരു ടേസ്റ്റ് ഉണ്ട്. സംഭവം ടേസ്റ്റ് കുറവാണ്. ചായ കഴിച്ച് വിശപ്പുണ്ടായി, അപ്പോൾ അതുകൊണ്ട് മേടിച്ച് കഴിച്ച് ചായയും കുടിച്ച് ഇപ്പോൾ വണ്ടിയിൽ വന്ന് വെയിറ്റ് ചെയ്യണം. ഓട്ടം അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ നേരെ ആലുവ. അപ്പോൾ ഓട്ടം വരണ്ടോന്ന് നോക്കട്ടെ. നമ്മളിപ്പോൾ പുക്കാട്ടോടിക്കാന്ന് കാലിക്കാണ്ട പോകുന്നത്. കാലിക്ക് പോന്നു കഴിഞ്ഞാൽ മറ്റേ ചൂണ്ടിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കോമ്പാറൊക്കെ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. ഒരു അമ്മയും 2 കുട്ടികളും. അപ്പോൾ അവരെ കൊണ്ടുവന്നിപ്പോൾ ഇവിടെ കോമ്പാറയാക്കി. അവിടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണമെന്നാണ് അവർ. അപ്പോൾ മറ്റവരും കടയിൽ കയറിയാകുന്നതുകൊണ്ട് വേറെ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ അവർ കടയിൽ കയറിയേക്കാണ് സാധനം പണിയാണ്. അപ്പോൾ എന്നോട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ ഞാനതൊരു 10 മിനിറ്റ് അവിടെ നിന്ന്. കാരണം വെച്ചാൽ 2 കുട്ടികളുണ്ട്, മഴയും പെയ്യല്ലേ. പിന്നെ അതുകൊണ്ട് തന്നെ അവർ അത് വരട്ടെ എന്ന് ഓർത്ത് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. വെയിറ്റിങ്ങിൻ്റെ പൈസ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടോ. ഞാനത് വാങ്ങിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഒന്നും ആയില്ല, 5 മിനിറ്റ് കൂടി അവർ വന്ന്. അപ്പോൾ പിന്നെ ഞാനത് നമുക്ക് യൂബറിൽ കാണിച്ച എമൗണ്ട് തന്നെ ഞാൻ മേടിച്ചോളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കോമ്പാറയിൽ നിന്ന് അടിക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് കോമ്പാറയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പാറയിൽ നിന്ന് അടിച്ച ട്രിപ്പ് അവർ ക്യാൻസൽ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പാറയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. കൺഫേം ട്രിപ്പ് അടിച്ചതാണ്. മറ്റേ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ടാണ് ട്രിപ്പ് അടിച്ചത്. അപ്പം ഞാനത് കൺഫേം ഓട്ടോ എടുത്ത്, പക്ഷെ എടുത്ത് ഒരു 100 മീറ്റർ നീങ്ങുമ്പോഴത്തേക്കും അവർ അത് ക്യാൻസൽ ചെയ്തായിരുന്നു. ക്യാൻസൽ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഞാൻ 10 പോകുന്നു. പിന്നെ മാച്ചിങ്ങാണെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആലുവയിലെത്തിയപ്പോൾ KSRTC സ്റ്റാൻഡിലോട്ട് ഒരു ഓട്ടം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ കസ്റ്റമർ പോയി പിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ചൂണ്ടിയിൽ നിന്ന് അടിച്ചേർന്ന ഓട്ടം നമ്മൾ കഴിഞ്ഞിട്ട് അത് അവരെ ഡ്രോപ്പ് ചെയ്ത് അത് മെട്രോ സ്റ്റേഷനിലോട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മഴ അന്യായ മഴയാണ്. ഒരു രക്ഷയില്ല. അപ്പം ഞാനിവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട് മറ്റേ. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നൗഫി വിളിച്ചിട്ടുണ്ടായി. ചേർത്തിയുടെ കൊച്ചിന് ഇന്നിപ്പോൾ ക്രസൻറ്റ് സ്കൂളിൽ മറ്റേ അവരുടെ എന്തോ പരിപാടി ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഒന്ന് ചെല്ലാമോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ ഒരു പണി ചെയ്യാൻ ഓർത്തൊക്കെയാണ്. യൂബർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഓട്ടം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം ഓട്ടം ഉണ്ട് ഇവിടെ. കാരണം വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഊബർ തന്നെ വിളിക്കണം. ഇപ്പം നമുക്ക് ആലുവക്ക് തന്നെ ഓട്ടോ അടിച്ചേക്കണം. 6 കിലോമീറ്റർ ഉള്ളൂ. അതിപ്പോൾ ഞാൻ കിട്ടില്ല. അപ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരെ പോയി അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ഓർത്തൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിസ്കാരം ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കാലത്തെ വരെയുള്ള ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കട്ടെ. ഞാനേ അവരോട് ക്രസൻറ്റിലോട്ട് വരാം, നിങ്ങൾ ഇറങ്ങി നോക്കാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു കൺഫേം ഓട്ടോ അടിച്ചു. ബൈപ്പാസിനെ കാണിച്ചാൽ. അപ്പോൾ ഞാൻ വേഗം കൺഫേമിലെന്നോർത്ത് ഇട്ടു. പക്ഷെ അതൊരു കൊടുംചതിയായി പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ബസ്സൊക്കെ നിർത്തുന്ന ആ സ്ഥലത്തേക്കാണ് ആ കസ്റ്റമർക്ക് പോകേണ്ടായിരുന്നത്. അവിടെ ചെന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ, പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് എന്ത് ബ്ലോക്കാറൊന്നും അറിയാം. അപ്പോൾ അവിടെ നിന്ന് വണ്ടി കൊണ്ട് ഇങ്ങനെ പോരാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ടീം മുന്നിൻ്റെ അടുത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കി തരുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോരട്ടെ ചെയ്ത് കൊടുത്തിട്ട് വേഗം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാൻ അവരെ ട്രിപ്പ് എടുത്തു. അത് യൂബറല്ല കേട്ടോ, പേഴ്സണലായിട്ട് വിളിച്ചാണ് അവർ. അപ്പോൾ അങ്ങനെ അവരെടുത്ത് റെയിൽവേ സ്റ്റേഷനിലാക്കിയപ്പോൾ ക്രസൻറ്റിലോട്ട് പോകുന്ന വഴിയാണത്. പക്ഷേ ഇവിടുത്തെ വേണ്ട ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അനങ്ങാൻ പറ്റണില്ല. പമ്പോലെയാണത്. നമ്മുടെ ക്വാളിറ്റി ബേക്കറിയുടെ അടുത്താണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്ത് ഇടങ്ങേറാവണം. എന്തായാലും ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടാലാണ് ഇനി അവിടെ എത്താൻ പറ്റുള്ളൂ. വിളിച്ചിട്ടുണ്ടായി, അപ്പോൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ. ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കയറിയിട്ടാണ്. അപ്പോൾ ഞാൻ ക്രസൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യണം. 1:45 എന്നെ 12:30 വിളിച്ചാണ് അവർ. അപ്പോൾ ഞാൻ ആ 2 ഓട്ടങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എത്താൻ പറ്റാഞ്ഞ. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പോലൊക്കെയെന്ന് ഈ തോട്ടുമോളം വരെ എത്താൻ 15 മിനിറ്റ് എടുത്തു. 15 മിനിറ്റിനുള്ളിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തണേ കേട്ടോ. അപ്പം നമ്മളിതേ ക്രസൻറ്റ് സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ പിക്ക് ചെയ്യണം. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ക്രസൻറ്റിൻ്റെ. വിളിക്കട്ടെ. അപ്പോൾ ഡാൻസ് കളിക്കാൻ വന്ന ആളൊക്കെ അതേ വന്നിട്ടോ. അതെ ഡാൻസുകാർ മേക്കപ്പിലാണ് വന്നേട്ടാ. പാവങ്ങൾ മണിക്കൂറോളായി വെയിറ്റ് ചെയ്യണം. തൊട്ടാടി ചെലങ്കേട് വെച്ചേക്കണ പ്രേതമാണോ നീ? ആഹോ സെറ്റപ്പുള്ള കാല കുഴപ്പമില്ല, സെറ്റപ്പായി കേട്ടോ. ഞാൻ കണ്ട് ഡാൻസൊക്കെ. ഞാൻ ഫോണിൽ കണ്ട്
ഓക്കെ എന്നാ അനുസരിച്ചിട്ടേനുണ്ടായി. അടിപൊളിയായിരുന്ന കണ്ടിട്ട് പേടിയാവുള്ള കണ്ടിട്ട് പേടിയാവണ്ടല്ല ചോരെ. എന്നിട്ടാണ് പൂ വേണോ നല്ല പൂ വേണോ? ഏതാണ്? നീ നിങ്ങൾ കുഞ്ഞാപ്പക്കൊന്നിട്ട് മേടിച്ചെന്നെ. നിന്റെ ഉമ്മി പറഞ്ഞത് മന്തി മേടിക്കാൻ തോന്നാണ്ട് ഇവിടെ മതേ വന്നത്. തവളെ തവള നീ കുഞ്ഞുവിനെ എടുത്താൽ മതി. കുഞ്ഞാപ്പാക്ക് വരുള്ളൂ. അപ്പൊ നോക്കാം, മന്തി മേടിക്കാം കേട്ടാ. അപ്പം ഇന്ന് ഇത്താത്താടെ വക കുഴിമന്തിയാണ്. അപ്പം ഞാൻ അവർ തമാമിലോട്ട് മേടിക്കാൻ പോയി. ഞാൻ പോയില്ല കേട്ടോ, ഞാൻ പോയില്ല വാങ്ങിക്കാൻ. ഞാനും ദേ കൂടി വണ്ടിയിലിരിക്കുന്നുണ്ട്. വേണ്ട, ഞങ്ങൾ ഈ വണ്ടിയിലിരിക്കുന്നുണ്ട്. എന്തായാലും നീ പോവാ ഞാൻ മന്തി മേടിക്കാൻ? വണ്ടി ഓടിക്കാനല്ല, മന്തി മേടിക്കാൻ. എപ്പോ പോണ്? അപ്പൊ നമ്മുടെ തുരുത്തുമ്മ പാലത്തിന്റെ അടുത്താണ് കേട്ടോ. മഹളാലയം കഴിഞ്ഞിങ്ങോട്ട് കയറി പോനം. തുരുത്തുമ്മ പാലത്തിന്റെ അവിടെയാണ് തമാം. അപ്പൊ അവിടേക്ക് അവരുണ്ട് ഒരു പോയിട്ടുണ്ട് വാങ്ങിക്കാൻ. അപ്പോൾ അത് കഴിച്ചിട്ട് അപ്പം ഇന്നിപ്പോൾ ഇനി ഉച്ച വരെ ഉള്ളത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഓടാൻ ഇറങ്ങുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, മന്തിയൊക്കെ പോയി കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ നന്നു, ടാറ്റാ.